ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പി കണ്ടാലോ? ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ചക്കക്കുരുവൊക്കെ എല്ലായിടത്തും കിട്ടാനുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിതാ ഒരു മുറി തേങ്ങ എടുക്കാം കേട്ടോ. ഇപ്പോൾ മീഡിയം സൈസുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നമ്മൾ ആ ഒരു പുറം ഭാഗത്തുള്ള തോടുണ്ടല്ലോ നമ്മളെ ചിരട്ട, അതങ്ങ് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ അതിൻ്റെ പുറത്ത് കാണുന്ന ഈ ഒരു ബ്രൗൺ കളറുള്ള സാധനം കൂടിയും നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചിരണ്ടി മാറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ മുറിക്കതാ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ മിക്സിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ടിയില്ല, ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് തേങ്ങ ചിരവിയിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 20-25 ചക്കക്കുരു മതിയാവട്ടോ. അപ്പോൾ അത് നമ്മളിതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വറുത്തെടുക്കണം. കളർ മാറി വരണം കേട്ടോ. നമ്മളെ ചക്കക്കുരുവിൻ്റെ കളറൊക്കെ മാറി തൊലിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി ഇളകി വരുന്ന ഒരു പാകത്തിനാണ്. അതുവരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ടും ചെയ്യാം. ഇനി ലോ ഫ്ലെയിം ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കളറൊന്ന് മാറ്റിയെടുത്തിട്ട് ചക്കക്കുരു ഏകദേശം ഒരു 1/4 ഭാഗത്തിൽ കൂടുതലൊന്ന് വെന്ത് കിട്ടണേ. എന്നിട്ട് വേണം നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാൻ. അപ്പോൾ ചക്കക്കുരു ഇതാ നല്ല പാകത്തിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊട്ടി വരും. നന്നായിട്ട് ആയിക്കഴിഞ്ഞാൽ തൊലിയൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊട്ടി വരും. നമുക്കിത് തൊലി കളഞ്ഞെടുക്കാനും എളുപ്പമായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്, കുക്കായിട്ട് വന്നിട്ടുണ്ട്. 1/4 ഭാഗത്തിൽ കൂടുതലായിട്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ഇനി ഒരുപാട് സമയം വെക്കേണ്ടിയില്ല. ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവും അത് നല്ലൊരു കിരീടി സൗണ്ട് ഉണ്ടാവും കേട്ടോ തൊലിയൊക്കെ. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം കേട്ടോ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിതിനെ ചൂടാക്കി എടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരുപാട് സമയം എടുക്കുന്നില്ല. നമുക്ക് നല്ല ചൂടായിട്ടുണ്ട്, ചക്കക്കുരു ഏകദേശം വെന്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിതിൻ്റെ പുറം ഭാഗത്ത് കാണുന്ന ഈ ഒരു വൈറ്റ് കളറുള്ള തൊലി മാത്രമേ കേട്ടോ കളയുന്നുള്ളൂ. ആ ഒരു ബ്രൗൺ കളറുള്ള തൊലി നമ്മൾ കളയുന്നില്ല. അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തേങ്ങ ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ജാറിലേക്ക് തന്നെ കേട്ടോ നമ്മൾ ചക്കക്കുരു കൂടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നന്നായിട്ട് അരിഞ്ഞ് പേസ്റ്റായി പോകണ്ട. നമ്മൾ ചെറിയൊരു ചൂടോട് തന്നെ കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ചൂടൊന്നും ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുശേഷം നമ്മളിതാ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടേ. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. പഞ്ചസാര ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിൽ ചക്കക്കുരുവൊക്കെ ചേർത്തിട്ട് പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി വെള്ളം ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ മധുരത്തിന് പാകത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് കൂടുതൽ ഞാനിപ്പോൾ 2 ഏലക്കായും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ ചക്കക്കുരു ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളവും നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഏകദേശം 1/4 ഭാഗത്തിൽ കൂടുതൽ നമ്മൾ ചക്കക്കുരുവൊക്കെ വെന്ത് കിട്ടിയിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഈ ഒരു വെള്ളത്തിലൊന്ന് ഇളക്കിയെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചെടുക്കാം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റി വരണ്ട് വരുന്ന ആ ഒരു പാകത്തിനാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ ഒരു സമയത്താണ് കേട്ടോ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതാ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അല്പം ഗീയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗീയും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി അല്ല ഗീ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ ഒരു തേങ്ങയും ഈ ഒരു ചക്കക്കുരും മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ചേർത്തിട്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഗീ ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നും ഒട്ടും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ആ തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തേങ്ങയും കൂടി ചേർത്തിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ഒരു സമയത്ത് നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം.
അപ്പോൾ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാട്ടോ ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനിതുപോലെ ഇങ്ങനെ കുറച്ച് കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടി നോക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിനാട്ടോ നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. നന്നായിട്ട് ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ചൂട് ചെറുതായിട്ട് ആറിയിട്ടും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ ചൂടോട് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമുക്കിപ്പം എല്ലായിടത്തും ചക്ക കിട്ടുന്ന ഒരു സമയമല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊന്ന് വെറൈറ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഒരു ലഡുവൊക്കെ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് സാധനങ്ങളോ സമയമോ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റൊക്കെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു ചക്കക്കുരു ഒന്ന് വറുത്ത് കിട്ടുന്ന ആ ഒരു സമയം മാത്രം മതിയാവട്ടെ ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹെൽത്തി ആണ്, കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.